എക്സ്പ്രഷൻ എടുത്തോളോ. അത് തന്നെയല്ലേ ഇതാകുമ്പോൾ ഞാൻ കാണാൻ സാധ്യതയുണ്ട് പൊക്കിയതായതുകൊണ്ട്. ഓക്കെ, ആ കാർഡ് മനസ്സിൽ വേണം. കാർഡ് എന്ന് പറയുമ്പോൾ അറിയാലോ ഏകദേശം ഒരു 52 കാർഡ്സ് ആണ് ഒരു സെറ്റിലുള്ളത്. മറ്റേ ജോക്കറൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ സ്പേഡ് ഉണ്ട്, ക്ലാവർ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. നമ്പേഴ്സ് ആണെങ്കിൽ 1 ഇല്ല, 2 3 4 മുതൽ 2 3 മനസ്സിലാണ് 2 3 4 5 6 7 8 9 10. ഓക്കെ, പിക്ചർ കാർഡ് ആണെങ്കിൽ JQKS. ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഒന്ന് എഴുതിട്ട് മതി. ജസ്റ്റ് ഒന്ന് ഷോൾഡറിൽ ഒന്ന് കൈ വെക്കാൻ പറ്റുമോ? വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് ബലത്തിൽ ആ കാർഡൊന്ന് മനസ്സിൽ വെച്ചിട്ട്. ഓക്കെ 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 റെഡി. ഞാൻ കാണിക്കാണ്. ഇവിടെ ഒരു മേ ബി എക്സ്പ്രഷൻ എടുത്തോളോ. അത് തന്നെയല്ലേ കാർഡതാണ്. ഓക്കെ ഓക്കെ, ഇനി വേറെ സ്ഥലത്തൊന്നും ഇല്ല കേട്ടാ. ഇനി എല്ലായിടത്തും എഴുതി വെച്ചേക്കണമെന്ന് വിചാരിക്കരുത്. അലക്സ്, എൻ്റെ പേര് അരുൺ. ഒരു മെന്റലിസ്റ്റ് ആണ്. അപ്പോൾ ചെറിയൊരു പാട്ട് റിവീൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് മനസ്സിൽ വിചാരിച്ചോളാം. ഓക്കെ, വിചാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം മലയാളമാണ് സംഭവം അല്ലേ. കോമൺലി എല്ലാവരും കേട്ടേക്കണ ഒരു പാട്ടാണ്. മീൻസ് കേൾക്കാത്ത പാട്ടല്ല. ആ ഓക്കെ, ജസ്റ്റ് കൈ ഒന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ടിപ്പിലൊന്ന് പിടിക്കണേ. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പായിട്ടൊക്കെ പാടുമ്പോഴുള്ള നമുക്ക് അല്ലെങ്കിൽ ഗ്യാങ് എന്നുള്ള ഒരു കൂട്ടം അതുപോലത്തെ ഒരു വാക്കുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ആ ഓ ശരി, വല്യപ്പനെയൊക്കെ ഓർമ്മിച്ചെടുത്തേക്കാണ്. ഓക്കെ, പഴയ പാട്ടാണ്. എനിക്കൊന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്ക് എന്തോ റിപ്പീറ്റ് വരുന്നുണ്ട്. മീൻസ് ഫസ്റ്റ് ലൈനിൽ തന്നെ വാക്കുകൾ റിപ്പീറ്റ് വരുന്ന ഒരു പാട്ടാണ്. ഓക്കെ ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഫോണൊന്ന് തരാമോ? യൂട്യൂബ് എടുത്തിട്ട്. യൂട്യൂബിൽ ഈ പാട്ട് ഈ അടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ചാടി കയറി ആ പാട്ട് വരില്ലല്ലോ. വരില്ല. ഓക്കെ, ഇനി അണ്ണന്റെ കാര്യം അറിയുന്നില്ല. അല്ല ഞാൻ എടുക്കാൻ ശ്രമിക്കാണ്. അപ്പൊ ആ പാട്ട് നമ്മളിപ്പോ പെട്ടെന്ന് വീട്ടില് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നു. ജോലിക്ക് പോകണം, പഠിക്കണം, ജോലിക്ക് പോവാ. ഇപ്പോഴും പഠനകാലത്ത് നിൽക്കുകയാണ്, പെട്ടെന്ന് കിട്ടാതെ. അപ്പൊ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാണ സമയത്ത് നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് യൂട്യൂബ് എടുക്കുന്നു, പാട്ട് വെക്കുന്നു, പാട്ട് കേൾക്കുന്നു. അപ്പൊ ഏത് പാട്ടാ വന്നത് നമുക്കറിയില്ല. അപ്പൊ വരുന്നത് ഈ പാട്ടാണ്. ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന പാട്ടാണ് വരുന്നത് കേട്ടോ. ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോ പാളി പോകാം. അത് ശരി. അപ്പൊ കണ്ണുപൂട്ടി ആ പാട്ടൊന്ന് ഫീൽ ചെയ്യണ പോലെ എന്നോളൂ. ജസ്റ്റ് ആ പാട്ട് ഏതായാലും പാടി ശീലിച്ചേക്കണ പാട്ടായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്നോളൂല്ലോ. ഇതാണ് പാട്. അടിപൊളി, സെറ്റായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് അരുൺ എന്നാണ്. ഒരു മെന്റലിസ്റ്റ് ആണ്. സമയം ഉണ്ടെങ്കിൽ ഒരു മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമില്ല. വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. സമയം നിങ്ങൾ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ പേരൊന്ന് മനസ്സിൽ വിചാരിക്കുക. നല്ലപോലെ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിയുടെ പേരായിരിക്കാം. ആണോ? ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു 5-6 സ്പെല്ലിങ്ങുള്ള ഒരു പേരാണ്. ഓക്കെ, ആ പേര് എഴുതിയതുപോലെ ഒന്ന് മനസ്സിൽ വേണം. ഓക്കെ, എനിക്കൊന്ന് ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ തിങ്ക് ചെയ്യാവോ? ഓക്കെ, എനിക്കൊന്ന് ലാസ്റ്റ് ലെറ്ററും. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ആ പേരിന് പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും എനിക്കൊന്ന് സെയിം ആണ്. അതിൻ്റെ ഇടയിലും ആ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ 3 പ്രാവശ്യം ഉണ്ട് ആ ലെറ്റർ അല്ലേ. 6 ലെറ്ററേ ഉള്ളൂ, പക്ഷെ 3 ലെറ്റർ അത് തന്നെയാണ്. ബാക്കി 3 ലെറ്റർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പണി കുറച്ച് കുറഞ്ഞ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ആ പേര് മനസ്സിലൊന്ന് വേണം. ഓക്കെ, ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ആ വീഡിയോ എടുക്കുന്ന ആളുടെ സൈഡിൽ ആ ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പൊ ആൾക്ക് ഹായ് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഹായ് പറയാ. ഹായ് പേര് പറയണ്ട, പേര് മനസ്സിൽ പറയാ. ഹായ് അപർണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു 1-നും 9-നും ഇടയിലുള്ള ഒരു നമ്പർ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു നമ്പർ വന്ന് ഏതെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ആയോ? 1 2 3 4 5 6 7 8 9 ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ആയോ? ഏതെങ്കിലും വന്നോ? ഒന്ന് ഡയൽ ചെയ്തോ. ഓക്കെ,
ഇനി ഒരു എന്റെ നമ്പർ വേണമെന്നില്ലല്ലോ. വേലയില്ല, ഒരു 2 ഡിജിറ്റ് വേണം. അതായത് 10നും 99നും ഇടയിലുള്ള നമ്പർ 2 ഡിജിറ്റ്. അത് 10, 11, 12, 20, 21, 30, 31, 50, 51, 90, 91, 99 വരെ. ഓക്കെ, ഏതെങ്കിലും നമ്പർ മനസ്സിൽ വന്നോ? ഓക്കെ, അത് 2 ഡിജിറ്റ് ഒന്ന് കൊടുത്ത് ഡയൽ ചെയ്തു. ഓക്കെ, ഇതിനൊരു നമ്പർ കൂടി വേണം അല്ലേ? 9. ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കേട്ടോ. 9876543210. ഏതെങ്കിലും വന്നത് മനസ്സിൽ വന്നത്. ഓക്കെ കൊടുത്തോ. ലോകായിട്ടാ അത് നമ്മൾ ഫോഴ്സ് ചെയ്തൊരു നമ്പറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ആദ്യം എൻ്റെ പേര് അരുൺ എന്നാണ്, ഒരു മെന്റലിസ്റ്റ് ആണ്. ചെറിയൊരു മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ. എബിൻ, എന്താ പേര്? സുനിൽ, എന്താ പേര്? ആൽബിൻ. ഓക്കെ, നമുക്ക് 3 പേരും കൂടി ഒരുമിച്ചുള്ള ഒരു സാധനമാണ് ഒരുമിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ഇവിടെ തുടങ്ങാം. ഒരു 10നും ഒരു 100നും ഇടയിലുള്ള ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ ഓക്കെ, ഏതാണ് പറഞ്ഞോളൂ. 88. ഓക്കെ, ഞാൻ ഫോണിലൊരു സംഭവം കാണിച്ചു തരാം. ഒരു പാഡാണ്. ഇതിൽ സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് 88ാമത്തെ, എല്ലാം ഡിഫറെൻറ്റ് പേരാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പേരുകളൊക്കെ നോക്കിക്കോളൂ. 88ാമത്തെ പേരാണെന്ന് നോക്കി പറയണ്ട. 88ാമത്തെ പേര് ഏതാണെന്ന് നോക്കിക്കോ. 88ന്റെ നേരെയുള്ള ആരാണ്. ഓക്കെ, അവിടെ ഒന്ന് ബാക്ക് അടിച്ചേക്ക്. ഓക്കെ, ഒന്നൊരു ബാക്ക് അടിച്ചോ. പോയില്ലേ? അടുത്ത ആള് നമുക്കൊരു കാര്യം ചെയ്യാം. താങ്കൾ ഇതുപോലെ തന്നെ 10നും 100നും ഇടയിലുള്ള ഒരു സംഖ്യ. 88 വേണമെന്നില്ല, വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. എടുത്തു. ഓക്കെ, ഏതാന്ന് പറഞ്ഞോ? 18. 8 പിടിച്ചേക്കളാ. ഓക്കെ, താങ്കൾക്ക് ഞാനൊരു ലിസ്റ്റ് കാണിച്ചു തരാം. ഇത് തന്നെ സെയിം ലിസ്റ്റ് തന്നെയാണ്. അതിൽ 2ാമത്തെ ലിസ്റ്റ് എടുത്തോളൂ, ഷോപ്പിംഗ് ലിസ്റ്റ്. അതിൽ 18 പറഞ്ഞത്. 18ന്റെ നേരെ എന്താണെന്ന് നോക്കിക്കോളൂ. നോക്കി കണ്ടോ, ബാക്ക് അടിച്ചോളൂ. ഓക്കെ, ഇന്നൊരാൾ കൂടി ഉണ്ട്. ഓക്കെ, പുള്ളിക്ക് നമുക്ക് നമ്പർ കുറച്ച് കൊടുക്കാം. മീൻസ് ബാക്ക് ഒരു 10നും 59നും ഇടയിലുള്ള ഒരു സംഖ്യ വിചാരിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ. 31. ലിസ്റ്റിൽ ബിവറേജസ് ഉണ്ട്. ഓക്കെ, അതിൽ 31 ഏതാന്ന് നോക്കിക്കോളാം. മിക്കവാറും എനിക്ക് ഏകദേശം അറിയാം, കാര്യം ലിസ്റ്റ് ഉണ്ടാക്കിയേക്കണ ഞാനാണ്. ഏകദേശം എന്ന് അറിയാം, ഞാൻ നോക്കാത്തതാണ്. 31 ഏതാന്ന് നോക്കിക്കോളൂ. ഓക്കെ, നോക്കി 31. ഓക്കെ, ഇനിയിപ്പോൾ നമ്പറൊന്നും ഞാനായിട്ട് പ്രെഡിക്റ്റ് ചെയ്തതല്ല, നിങ്ങൾ തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞൊരു നമ്പറാണ്. ഞാൻ ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നിങ്ങളായിട്ട് പറഞ്ഞ നമ്പറാണ്. ഓക്കെ, ആരുടെങ്കിലും ഫോണിലൊരു ഇൻസ്റ്റാഗ്രാം എടുക്കാവോ? ഫോണൊന്നും എടുക്കാവോ? ഫോൺ. അതിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അരുൺസ് ടെക് ആൻഡ് ട്രാവൽ എന്നുണ്ട്. ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ ജസ്റ്റ് സ്റ്റോറി ഒന്ന് ഓപ്പൺ ആക്കിക്കോളൂ. ഓപ്പൺ ആയിക്കോ, സ്റ്റോറി ഓപ്പൺ ആയിക്കോ. താങ്കൾ എടുത്തത് ആരായിരുന്നു? പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ടോവിനോ. നിങ്ങൾ എന്തായിരുന്നു വേണ്ടായിരുന്നത്? ഞാൻ എന്റെ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്കൾ ഏതായിരുന്നു? ഐസ്ക്രീം. അതിന്റെ ലിസ്റ്റിൽ അപ്പുറമൊക്കെ വേറെ സാധനങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ നമ്പർ ഒന്ന് അങ്ങോട്ട് മാറി പോയിരുന്നെങ്കിൽ കളി വാളിപ്പോയാലേ. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച നമ്പറിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.